ശ്രീജിത്ത് പണിക്കർ, PV അൻവർ വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും ADGPയുടേതുമാണ് എന്നാണ്. ഇവിടെ PV അൻവർ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയെയാണോ ഇടതുപക്ഷത്തെയാണോ? അതല്ല, PV അൻവർ തലവേദനയാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണോ? ഇത് പാർട്ടിയെ ഒന്നാകെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറുന്നുണ്ടോ? രോഹിണി, ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് PV അൻവറിന്റെ പ്രസ്താവനകളെല്ലാം തന്നെ ADGP അജിത് കുമാറിലൂടെ, ശ്രീ P ശശിയിലൂടെ ശ്രീ പിണറായി വിജയനിലേക്ക് തന്നെയാണ് എന്നാണ്. അദ്ദേഹം പ്രതിസന്ധിയിലാക്കാനായിട്ട് നോക്കുന്നതും അദ്ദേഹത്തിനെ തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം ADGPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, ശ്രീ P ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പൊ പിന്നെ അതിൽ എല്ലാം പ്രതികരിക്കേണ്ടി വരിക എന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീ അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ശ്രീ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു വലിയ പരാതി പോലീസിനെതിരെ, അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിനെതിരെ, അല്ലെങ്കിൽ പാർട്ടി നൽകിയിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അത് അദ്ദേഹം ആദ്യം ഉന്നയിക്കേണ്ടത് പാർട്ടിയോടോ മുഖ്യമന്ത്രിയോടോ ആയിരുന്നു. അതിന് അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ വഴി പൊതുജനത്തിനെ അറിയിക്കാനാണ് ശ്രമിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്ലാതെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിനെ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ഫോൺ ഓഫ് ആയിരുന്നു, തുടർന്ന് വീണ്ടും അദ്ദേഹം പത്രസമ്മേളനങ്ങൾ നടത്തുകയായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ CMOയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഡയറക്റ്റ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പൂർത്തിയാക്കുന്നത് വരെ അത് ഉണ്ടാകണമെന്ന രീതിയിലത്തേക്ക് അതിനെ എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രീ അൻവർ തയ്യാറായിരുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് അതൊരു പ്രശ്നമായിട്ട് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അൻവറിന്റെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ അൻവർ ഒരു സ്വതന്ത്രനായിട്ടുള്ള ആളാണെങ്കിലും CPM പിന്തുണയുള്ള ആളാണ്. അദ്ദേഹം പിന്തുണയ്ക്കുന്നത് CPM എന്ന പാർട്ടിയാണ്. പല അവസരങ്ങളിലും അദ്ദേഹം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഒരുപക്ഷെ മറ്റു പാർട്ടി അംഗങ്ങൾ പറയുന്നതിനേക്കാൾ ഒരു പരിധി കഴിഞ്ഞു പോലും പിന്തുണച്ചിട്ടുള്ളയാളുമാണ്. അപ്പോൾ അൻവറിന് തിരിച്ചും ആ രീതിയിലത്തേക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പലപ്പോഴും LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അൻവറും പാർട്ടിയും തമ്മിലോ അൻവറും മുഖ്യമന്ത്രിയും തമ്മിലോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗിനുള്ള മതിയായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ്. എങ്കിലും അത് പ്രയോജനപ്പെടുത്താതെ തനിക്കുള്ള പല ആരോപണങ്ങളും, അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ADGP അജിത് കുമാർ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അതിന്റെ മന്ത്രി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതേപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഉപദേശിക്കുന്നത് മുഖ്യമന്ത്രിയുമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു ആരോപണം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഇവരെല്ലാവരും തന്നെ നേരിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാരാണ്. പക്ഷെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ശ്രീ അൻവറിനെ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആരോപണം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്ന് കരുതുന്നില്ല. അതിൽ ഒരുപക്ഷെ SP-യുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽ മാത്രം അതും SP-യുടെ ബിഹേവിയർ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടും അത് പോലീസ് ഫോഴ്സിൽ ഇരിക്കുന്ന ഒരാളിന് ഭൂഷണമല്ല എന്നതുകൊണ്ടും അതിലൊരു അന്വേഷണം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് അൻവർ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണം മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിൽ അതിന് മെറിറ്റ് ഉണ്ട് എന്ന് കരുതുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് ശ്രീ ADGP ശ്രീ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും, അല്ലെങ്കിൽ ശ്രീ P ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണെങ്കിലും, ഇനി അതല്ല മറ്റു വിഷയങ്ങളാണെങ്കിലും, അതായത് ഇപ്പൊ പൂരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, അതേപോലെ തന്നെ ADGP RSS നേതാക്കളെ സന്ദർശിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണെങ്കിലും ഒന്നും തന്നെ മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുക്കുന്നില്ല. തന്നെയുമല്ല, അൻവറിനെതിരായിട്ടുള്ള ചില പ്രസ്താവനകൾ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപക്ഷെ CPM-ന്റെ ഒരു വലിയ സപ്പോർട്ടറായിട്ടുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആയിട്ടുള്ള ഒരാൾ പ്രതീക്ഷിക്കാത്ത രീതിയിലത്തേക്ക് അൻവറിനെ ഇന്ന് മുഖ്യമന്ത്രി തള്ളി എന്ന് പറയാം. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, തന്റെ പാർട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താതെ മാധ്യമങ്ങളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് താനുമായിട്ടുള്ള ഒരു ബന്ധത്തിനെ എന്റർടൈൻ ചെയ്യുന്നില്ല. ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് തീരെ ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഇനി അഥവാ
അൻവർ തുടർച്ചയായി പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ താനും നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ടുള്ള ഒരു കോൺഫ്രണ്ടേഷന് വേണ്ടിയിട്ട് താൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. ഇന്ന് വൈകുന്നേരം പക്ഷേ പി വി അൻവർ സ്വീകരിച്ച ഒരു നിലപാട് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിക്കൊപ്പം എന്നുള്ള രീതിയിലാണ് തുടക്കം മുതൽ തന്നെ തുടങ്ങിയത്. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കണക്കിലെ അപാകതകൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നുള്ളതിനെ താനും ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളും പാവം മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നു. തെറ്റിദ്ധാരണ മാറുമ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകും ചില പുഴുക്കുത്തുകളാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പൊട്ടക്കിണറ്റിലെ തവളയാക്കാൻ അദ്ദേഹത്തെ ശ്രമിക്കുകയാണ് തുടങ്ങിയ വളരെ നാടകീയമായ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് പി വി അൻവർ ഭാഷയിലുടനീളം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു മാർക്ക് ആന്റണി പ്രസംഗം പോലെയാണ്. കാരണം ഒരു ഭാഗത്ത് ശ്രീ പിണറായി വിജയനോടൊപ്പമാണ് താൻ എന്ന രീതിയിലേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുകയും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഒരു വിനീത വിധേയനെ പോലെ തന്നെ താൻ അത് ശിരസാ വഹിക്കുകയാണ് എന്ന് പറയുകയും തനിക്കെതിരെ ഉണ്ടായിരുന്ന ഫോൺ റെക്കോർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിമർശനമെല്ലാം തന്നെ ജസ്റ്റിഫൈഡ് ആണ് എന്നും എല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം അദ്ദേഹം പറയുന്നത് നോക്കൂ, ഈ റിപ്പോർട്ടെല്ലാം തന്നെ കൊടുക്കുന്നത് ആരാണ്? ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തൻ്റെതായിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേക്കുള്ള ആൾക്കാരാണ് ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തനിക്ക് കൊണ്ടു തരുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലുമുള്ള കഴിവില്ലാത്ത ഒരാളാണോ നമ്മുടെ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പരാമർശങ്ങളുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്ന്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള തന്റെ അറിവിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ചില ഉപദേശങ്ങൾ ശ്രീ പി ശശി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്കാണ് എന്നും അതിന്റെ മെറിറ്റ് അദ്ദേഹത്തിന് ബോധ്യമാകുന്നില്ല എന്നുമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടുകൂടി അദ്ദേഹം പൂർണ്ണമായിട്ടും അൻവറിനെ തള്ളുകയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം ശ്രീ അൻവറിന് ഉണ്ടായിട്ടുണ്ട്. അൻവറിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇടതു പാരമ്പര്യമല്ല എന്ന് മുഖ്യമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞു. അത് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. ഒരിക്കലും ഒരു ഇടതുപക്ഷ അനുഭാവിയോ പ്രവർത്തകനോ മനസ്സുള്ളയാളിനോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഫോൺ റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അൻവർ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനമുണ്ടായി. തന്നെയുമല്ല അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ എല്ലാം തന്നെ ഒരു അവഗണനയോടുകൂടി അദ്ദേഹം തള്ളിക്കളയുകയും പി ശശിക്കെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണത്തിനും സ്കോപ്പില്ല എന്ന് പറയുകയും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ADGP അജിത് കുമാറിനെതിരെ ആരോപണമുണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തെ നീക്കി നിർത്താൻ സാധ്യമല്ല എന്നൊക്കെ പറയുകയും ചെയ്തപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഗ്രിപ്പും സർക്കാരിലില്ല എന്നുള്ളത് വ്യക്തമായി. അപ്പൊ ഇനിയും ഇടതുപക്ഷത്ത് തനിക്ക് ഒരു സ്വാധീനമുണ്ട് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയും താൻ വിനീത വിധേയനായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യേണ്ടത് അൻവറിന്റെ ആവശ്യമാണ്. പക്ഷെ അതിനുശേഷം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ അൻവർ വീണ്ടും ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് എന്നും പോലീസ് കൊടുത്തിരിക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷന്റെ പുറത്താണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നും പറഞ്ഞതിന് ശേഷം ഒരു പടി കൂടി കടത്തി കള്ളക്കടത്തിന്റെ പങ്ക് പി ശശി പറ്റുന്നു എന്ന രീതിയിലേക്കുള്ള സംശയം പോലും ഉണ്ടാകും എന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുന്നു. മരമുറി കേസിൽ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ല എന്ന രീതിയിലേക്ക് പറയുന്നു. ഇതെല്ലാം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് എന്ന രീതിയിലേക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മാർക്ക് ആന്റണി പ്രസംഗം പോലെയാണ്. അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞിരിക്കുന്ന ആളിനെ പോലും അദ്ദേഹം പ്രകീർത്തിച്ചതിന് ശേഷം വീണ്ടും ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കുറേയധികം അമ്പുകളാണ് അദ്ദേഹം എയ്യുന്നത്. അപ്പൊ ഇനി അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് തുടരാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടാകേണ്ടുന്ന ഒരു സെൽഫ് എസ്റ്റീമാണ്. അതായത് താൻ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെയും ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുമുള്ള ആരോപണം ഉന്നയിച്ചിട്ട് അത് പ്രതിപക്ഷം പോലും പറയാതിരിക്കുന്ന ചില കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷവും അതിൽ കാര്യമായ രീതിയിലുള്ള ഒരു പിന്തുണ തനിക്ക് ഉണ്ടായില്ലാത്ത ഒരു പക്ഷത്ത്, തനിക്ക് ലഭിക്കാത്ത ഒരു പക്ഷത്ത് വീണ്ടും തുടരുക, നിലയുറപ്പിക്കുക എന്നതൊക്കെ തന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി കേരള രാഷ്ട്രീയം ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒരു ഇടതു പാരമ്പര്യം ഇല്ല എന്നും അത് കോൺഗ്രസ് പാരമ്പര്യമാണ് എന്നും പറഞ്ഞ് മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ കണ്ണുമടച്ച് തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി കാണേണ്ടത് കോൺഗ്രസിന് അദ്ദേഹം സ്വീകാര്യനാകുമോ, മറ്റാർക്കെങ്കിലും അദ്ദേഹം സ്വീകാര്യനാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും മറ്റൊരവസരത്തിൽ ഒരുപക്ഷെ ശ്രീ അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കൂടുതൽ കാര്യങ്ങളും പറയാനുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് മാറിയാൽ എന്തായാലും ഇനി അങ്ങോട്ട് സമ്മേളനങ്ങൾ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ താൻ ഒഴിഞ്ഞു മാറിക്കൊള്ളാം എന്നും പറയുന്നുണ്ട്. രാഷ്ട്രീയ ചൂടുമാറ്റം തന്നെയാണോ എന്നുള്ളത് ഇനിയും കാണേണ്ടിയിരിക്കുന്നു.